ഒരു 2 ദിവസത്തിന് മുമ്പ് നടന്ന ഒരു ബസ് യാത്രയിൽ വെച്ചുള്ള വീഡിയോ നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളോട് അവർ ഷെയർ ചെയ്തിരുന്നു. അപ്പം അതിനോടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചേട്ടൻ മരിച്ചുപോയി, കുടുംബത്തിൻ്റെ ബാധ്യത എല്ലാം ചുമന്നോട്ട് നടക്കുന്ന ഒരു ചേട്ടനാണ്. ജീവൻ പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വ്യക്തിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ജഡ്ജ് ചെയ്തിട്ട് അവരുടെ സ്വഭാവം ഇങ്ങനെയാണ്, അവരുടെ ക്യാരക്ടർ അല്ല അവരുടെ രീതി, പെരുമാറ്റ രീതി ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. ഓക്കെ, ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രതികരിക്കാമായിരുന്നു. ബട്ട് എന്തിനാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? ഓക്കെ, അത് നമ്മളപ്പം ആ സമയത്ത് ചോദിക്കേണ്ടതാണ് ഇതൊക്കെ. പക്ഷേ അത് ചോദിച്ചിട്ടില്ല. ഓക്കെ, വ്യൂസും കമൻറ്റും അതൊക്കെ പൊക്കോട്ടെ. ഓക്കെ, അതിനായിരുന്നു പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പുള്ളിക്കാരത്തി ഇട്ടു, ആ ചേട്ടനിപ്പം മരിച്ചുപോയി. അപ്പം ആർക്കാണ് നഷ്ടം? ആ കുടുംബത്തിന്, ആ ചേട്ടൻ്റെ കുടുംബത്തിനാണ് നഷ്ടം. ഓക്കെ, വീഡിയോ അത് അവരെ മാനസികമായിട്ടും അവർ ബുദ്ധിമുട്ടിക്കും ആ വീഡിയോ. ഓക്കെ, അത് എല്ലാവർക്കും താങ്ങാനുള്ള ശേഷി അല്ല ദൈവം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പം എന്തായാലും അത് നീക്കി മീൻസ് ഇപ്പം ആരെ ചീത്ത വിളിച്ചിട്ടും കാര്യമില്ല. കാരണം ഒരു ജീവൻ പോയി, ഒരു ജീവൻ്റെ വില ഇപ്പോൾ മനസ്സിലാകും നമുക്ക്. ഓക്കെ, ഇനി മെൻസ് കമ്മീഷൻ എന്നുള്ള കാര്യം പുറത്തോട്ട് വരണമെന്നുള്ള എൻ്റെ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ മെൻസിന് പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ട് തൂക്കിക്കൊണ്ട് നടന്നാൽ അതൊക്കെ എന്ത് നടക്കുന്നു എനിക്കും പിടികിട്ടുന്നില്ല കാര്യം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് എന്നെക്കൊണ്ട് പറ്റിയത് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ എന്നാലും ജീവൻ പോയി മക്കളെ. ഇനി ആ പുള്ളിക്കാരത്തിനെ ഒന്ന് ചെയ്ത് അറസ്റ്റിലാക്കിയിട്ടും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, പക്ഷെ എന്തായാലും നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് അറിയിച്ച് പോവുക. ബൈ.